ഞങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞ കാര്യമാണ് ഈ വന്യമൃഗ സംരക്ഷണ മേഖലയും കാർഷിക മേഖലയും വേർതിരിക്കണം. ഇത് ഇപ്പൊ കക്കയെ തന്നെ കഴിഞ്ഞ 3-4 മാസമായിട്ട് കാട്ടാൻ ഇറങ്ങി നടമാടുക. ഇവിടെ കുറച്ച് പേര് വന്ന് പടക്കം പൊട്ടിക്കും, പോകും, ആന തിരിച്ചു വരും, കാട്ടുപോ തിരിച്ചു വരും, മനുഷ്യനെ ആക്രമിക്കുന്നു. ഇവിടെ ചോദിക്കാൻ കാര്യമില്ല. ഇവിടെ മനുഷ്യന്റെ കൂടെ നിൽക്കാൻ നിയമമില്ല. എത്ര കാലം ഞങ്ങൾ കക്കയും അനുഭവിക്കുന്നു. ഇതേ കാട്ടി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേപോലെ ആക്രമിച്ചതാണ്. അവര് വനംവകുപ്പ് വന്ന് നോക്കും, 2 പടക്കം പൊട്ടിക്കും, തിരിച്ചു പോകും. മനുഷ്യൻ വസിക്കുന്ന മേഖലയെ വന്ന് മനുഷ്യനെ ആക്രമിച്ച് കാട്ടിലേക്ക് പോകുന്ന മൃഗങ്ങളെ വെടിവെച്ചു വേണം. വിദേശ രാജ്യത്ത് കള്ളിങ്ങില്ലേ? ഇവിടെ എന്താ കള്ളിങ്ങില്ലാത്തത്? ഇവിടെ ഈ നമ്മുടെ കേരളത്തിലെ വനമേഖലയില് എത്ര ആനയുണ്ട്? കാട്ടാൻ കണക്കുണ്ടോ? 7000 കാട്ടാനയുണ്ട്. ഒരു 500 കാട്ടാനയ്ക്ക് കഴിയാൻ പറ്റുന്ന സാഹചര്യം. കാട്ടുപോത്തിന്റെ എണ്ണം അറിയാവോ വനവകുപ്പിന്? കാട്ടുപന്നിന് എണ്ണം അറിയാവോ? ഈ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന പന്നി കാട്ടുപന്നിയാണ്. ഞങ്ങൾ കാട്ടുപന്നിയാവുന്നേ. നിയമം മാറണം. കോടതികൾ കണ്ണു തുറക്കണം. രക്ഷയില്ല. കോടതികൾ കണ്ണു തുറക്കണം. നീതിന്യായ പീഠങ്ങൾ കണ്ണു തുറക്കണം. ഇതിപ്പോ ഇന്നലെ ഇന്ദിര, ഇന്നിപ്പോ അബ്രഹാം, വയനാട്ടിൽ ഇതെന്ത് ചെയ്യാം? എങ്ങനെ ജീവിക്കും മനുഷ്യന്മാര്? ഭരണകൂടം എന്ത് ചെയ്യാ? മനുഷ്യാവകാശമില്ലേ? ഞങ്ങൾ ചോദിക്കുന്നത് മനുഷ്യാവകാശമില്ലേ? ഇവിടെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി കിടന്ന് നിലവിളിക്കുന്ന പരിസ്ഥിതി ചോദിക്കാം, മനുഷ്യാവകാശമില്ലേ? ജനാധിപത്യമാണോ അത് മൃഗാധിപത്യമാണോ? ഇവിടെ എന്ത് ജനാധിപത്യം? ഇവിടെ എവിടെ ജനങ്ങളുടെ ആധിപത്യം ഉള്ളത്? വോട്ട് ചെയ്യാൻ മാത്രം ജനാധിപത്യം. നിയമം മാറ്റി എഴുതണം. ഇത് ആര് കേട്ടാലും വേണ്ടി, ഏത് കോടതി കേട്ടാലും വേണ്ടി നിയമം മാറ്റി എഴുതണം. വന്യമൃഗങ്ങള് കാട്ടിറങ്ങാൻ വെടിവെക്കാനുള്ള അനുമതി വേണം. അല്ലെങ്കിൽ സർക്കാർ കള്ളി ചെയ്യണം. എണ്ണം വരുമ്പം നിയന്ത്രണമായി വേട്ടയെടുത്ത് ഇല്ലായ്മ ചെയ്യണം. ഇതെന്ത് ലോകം ഇത്? ഇതിങ്ങനെ എല്ലാ ആഴ്ച ഇങ്ങനെ മനുഷ്യന് ചാവെടുത്ത് പോകും ആളുകള് ഓരോ നാട്ടിൽ നിന്ന്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? പ്രദേശവാസികൾ ക്ഷുഭിതരാവുകയാണ്. കഴിഞ്ഞ 3-4 മാസമായി പ്രദേശത്ത് കക്കയം മേഖലയിലൊക്കെ വന്യജീവി ശല്യം രൂക്ഷമാണ് എന്നവർ പറയുന്നുണ്ട്. കൃത്യമായൊരു നടപടിയിലേക്കൊക്കെ വനംവകുപ്പ് കടന്നിരുന്നില്ലേ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഒന്നുകൂടി തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ അല്പസമയം മുമ്പാണ് തൃശ്ശൂരിൽ നിന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പുറത്ത് വന്നത്. അതിന്റെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ആസിഫ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ആസിഫ്, കാട്ടാന തന്നെയാണ് ആക്രമിച്ചത് എന്ന കാര്യം സ്ഥിരീകരിക്കാമോ? ഈ വത്സ ആ സമയത്ത് അവിടെ ഒറ്റയ്ക്കായിരുന്നോ? മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇത് ആദിവാസി കോളനിയുടെ സമീപം വാറ്റുപുരം എന്ന് പറയുന്നത് ആദിവാസി കോളനിയാണ്. അവിടെ കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഊരുമൂപ്പന്റെ ഭാര്യ കൂടിയായ വത്സ കൊല്ലപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്താണ് കാട്ടാന ആക്രമിച്ചത്. ആന തുമ്പിക്കൈ കൊണ്ട് ഈ വത്സയെ അടിച്ച് വീഴ്ത്തുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു. ഗുരുതരമായി ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വാറ്റുമരം കോളനിയിൽ നിന്ന് ജീപ്പിലാണ് ഇവരെ താഴേക്ക് എത്തിച്ചത്. വാറ്റുമരം കാട്ടിൽ നിന്ന് നടന്നു വന്നതിന് ശേഷം പിന്നീട് ജീപ്പിലാണ് ഇവരെ താഴേക്ക് എത്തിക്കാനായത്. അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ വാഴച്ചാൽ പ്രദേശത്തേക്ക് ഇപ്പോൾ ഇവരുടെ മൃതദേഹം കൊണ്ടുവന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ആംബുലൻസിലേക്ക് കയറ്റി ഇപ്പോൾ ചാലക്കുടി ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നുകൊണ്ട് ഈ മേഖലയിൽ കാട്ടാന ശല്യം അതീവ രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. അതിരപ്പള്ളിയിൽ നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുകയും കോർപ്പറേറ്റുകൾ ആക്രമിക്കുകയും ചെയ്ത വാർത്തകൾ നമുക്ക് നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ അതിരപ്പള്ളിയിൽ കാട്ടിലൂടെയുള്ള വഴിയിലാണ് ഈ വാറ്റുമരം കോളനിയിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണം ഉണ്ടായത്. പലപ്പോഴും ഈ കോർപ്പറേറ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ വളരെ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രാത്രിയിൽ കോട്ടയത്തിന്റെ വാതിലുകൾ കാട്ടാന ചവിട്ടിപ്പൊളിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നും നമുക്കറിയാം നമ്മൾ അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 3-ാം ബ്ലോക്കിലെ ഇത്തരത്തിൽ എസ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ താമസിക്കുന്ന കോട്ടയത്ത് കാട്ടാന ഇന്നലെ രാത്രിയിൽ തകർത്തിരുന്നു. അത്തരത്തിൽ നിരന്തരം കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഇന്ന് ഏതായാലും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്താണ് ഇവിടെ കാട്ടാനയുടെ ആക്രമണം വാറ്റുമരം കോളനിയിൽ ഉണ്ടാവുകയും ഈ മൂപ്പന്റെ ഭാര്യ വത്സ കൊല്ലപ്പെടുകയും ചെയ്തത്. 62 വയസ്സായിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ആണ് തുമ്പിക്കൈ കൊണ്ട് അടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കോളനിയിലുള്ള ആളുകൾ നമുക്ക് വിവരം തന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മൃതദേഹം അല്പസമയത്തിനകം ചാലക്കുടി ആശുപത്രിയിൽ എത്തിക്കും. നിലവിൽ വാഴച്ചാലിലേക്ക് മൃതദേഹം ജീപ്പിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്ന് ആംബുലൻസിലാണ് ഇപ്പോൾ മൃതദേഹം ചാലക്കുടിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇന്നൊരു ദിവസം മാത്രം 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2024 തുടങ്ങിയിട്ട് 3 മാസം മാത്രമാണ് ആകുന്നത്. അപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം 8ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് കർഷകൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്.